ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LP UP പരീക്ഷ എഴുതുന്ന എല്ലാ ആളുകൾക്കും അവനവൻ്റെ സൈക്കോളജി പഠനം എവിടെ എത്തി, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു 32 ചോദ്യങ്ങൾ. അപ്പോൾ ഒന്ന് പരീക്ഷയായിട്ടൊന്ന് നോക്കുക, എന്നിട്ട് എത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. കാരണം അത്ര വലിയ ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തത്, താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം എന്നുള്ളതാണ്. തോൽവിക്ക് അനുയോജ്യമായ കാരണം എന്നാണ്. കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു, അതല്ല കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല, അതുമല്ല കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല, അതാവാം കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിപ്പ് തോന്നുന്നു, അതുമല്ല. സോ ഏതേ ആൻസർ വരുള്ളൂ? ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കോമൺ സെൻസ് കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ്. അപ്പോൾ 1ന്റെ ഉത്തരം സി ആണ്. രണ്ടാമത്തേത്, ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്യുന്നു. രണ്ടാളുടെയും ബുദ്ധി ബന്ധമുള്ളതായിട്ട് കണ്ടെത്തുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വികസനത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതായത് ഇരട്ടകളിൽ രണ്ടാൾക്കും ബുദ്ധിശക്തി ഉണ്ട് എന്നുള്ളതാണ്. സോ അവിടെ പരിസര ഘടകം അല്ല, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതാണ് അവിടെ ആവാൻ എന്ത് ചെയ്യുന്നത്, ചാൻസ് ഉള്ളത്. കാരണം ഇരട്ടകളിൽ രണ്ടാൾക്കും ബുദ്ധിശക്തിയിൽ സമാനത കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതവിടെ എന്താണ്, ബുദ്ധി പാരമ്പര്യമാണ് എന്നുള്ള ആ ഒരു തത്വത്തെയാണ് അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ബാക്കി വികസനത്തെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, അതുമല്ല വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, അതുമല്ല. ഇവിടെ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. അടുത്തത്, സമീപസ്ഥ വികാസ മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത്. അത് നമുക്ക് ഓപ്ഷനിലേക്ക് പോവാതെ തന്നെ അറിയാൻ പറ്റും. എന്ത്? ഓപ്ഷൻ എ, വൈഗോട്സ്കി ആണ് ആൻസർ വരുന്നത്. അടുത്തത്, ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്ന പേര്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഗൃഹപാഠം ചെയ്യാത്തതിനൊരു ടീച്ചർ കുട്ടിയെ ശിക്ഷിക്കുന്നു, വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ചിന്തിക്കുന്നു. അപ്പോൾ കുട്ടി സ്വയം എന്ത് ചെയ്യാണ്, കുട്ടി സ്വയം ചിന്തിച്ച് കണ്ടെത്തുകയാണ് എന്ത്, എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് ചിന്തിച്ച് കണ്ടെത്തുന്നതാണ്. സോ അതിനുള്ള ആൻസർ ഏതാ? യുക്തിചിന്ത, പ്രശ്നപരിഹാരം, അന്വേഷണം, സർഗ്ഗപരത. ഇവിടെ സർഗ്ഗപരതി അല്ല, അന്വേഷണമല്ല, പ്രശ്നപരിഹാരമല്ല. പിന്നെ ഏതാ അവിടെ ചാൻസ് ഉള്ളൂ? ഈ പറയുന്ന യുക്തിചിന്ത, കുട്ടി ഒറ്റയ്ക്ക് അവിടെ ചിന്തിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. നെക്സ്റ്റ്, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക്, അപ്പോൾ ഇവിടെ 4ന്റെ ആൻസർ വരുന്നത് എ ആണ്. അഞ്ചാമത്തേത്, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണം ഏതാണ്? 3 വയസ്സുള്ള കുട്ടിക്ക് ശരിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാൽ 5 വയസ്സാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് അതിനുള്ള പക്വതയും കാര്യങ്ങളും എത്തുന്നു. ഉത്തരം ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നോക്കാം. അവന്റെ പഠനാന്തരീക്ഷം, അതല്ല അവന്റെ പഠന വേഗം, അതുമല്ല അവന്റെ പഠന ശൈലി, അതുമല്ല പഠനത്തിലുള്ള അവന്റെ പക്വത ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആവുന്നത്. സോ അത് കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 5ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 6, ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്നപരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിന് സഹായകമാകുന്നത്? കുട്ടികളിൽ പ്രശ്ന പരിഹരണ ശേഷി, പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ അതിനേതാ? കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക, അതല്ല പിന്നെയോ കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക, അതിലൊന്നും പ്രോബ്ലം സോൾവിങ് വരുന്നില്ല. കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതാണ് എന്ത് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കുട്ടികളെ സ്വയം എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കണം. അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, പ്രശ്നപരിഹരണ ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കാൻ, കുട്ടികൾ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക, അതുമല്ല. സോ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിന്റെ, അതായത് നമ്മളെ CCE, തുടർച്ചയായതും സമഗ്രവുമായ വിലയിരുത്തലിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു, ശരിയാണ്. മാർഗദർശനവും ഉപബോധവും നൽകുന്നു. അവിടെ വിലയിരുത്തൽ എന്നുള്ളതിൽ അത് വരുമല്ലേ എന്നുള്ളത് ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം.
കുട്ടികളെ പതിവായും ചിട്ടയോടെയും കൂടി വിലയിരുത്തുക. വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക. വ്യത്യസ്തനായ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് ഇതിലില്ല. അപ്പൊ പിന്നെ ഏതുമില്ല. ഈ പറയുന്ന ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. 2ഉം 4ഉം എന്നുള്ളതാണ്. 4 നമ്മൾ തെറ്റായിട്ട് അവിടെ കൊടുത്തു. സോ ആ ഓപ്ഷൻ വരില്ല. പ്രസ്താവന 1ഉം 3ഉം. 1ഉം 3ഉം എന്താ? മൂന്നാമത്തത് കറക്റ്റ് ആണ്. അപ്പൊ അവിടെ 1ഉം 3ഉം ആവാം. ഇനിയോ പ്രസ്താവന 2 മാത്രം. അത് 2 മാത്രമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യൂല, വരൂല. പിന്നെയോ പ്രസ്താവന 4 മാത്രം, അതും വരില്ല. സോ സിറ്റുവേഷനിൽ നമുക്ക് ഏത് ആൻസർ എടുക്കാം? ഒന്നാമത്തെയും മൂന്നാമത്തെയും അവിടെ ശരിയായിട്ടുള്ള വാചകമാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതാണ്? 1ഉം 3ഉം എന്നുള്ള ആൻസർ ആണ് എന്ത് ചെയ്യുന്നത് ഈ സിറ്റുവേഷനിൽ അവിടെ കൊടുക്കാൻ പറ്റുന്നത്. സോ മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള ലെവലിലാണ്. ഓപ്ഷനും കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. സോ 7ന്റെ ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം. 8ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക. വിജയത്തെ തടസ്സപ്പെടുത്തുന്ന എന്നുള്ളതാണ്. കുട്ടിയെ ഓരോ സമയം പ്രോത്സാഹിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തൂല. പിന്നെയോ ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, അത് തടസ്സപ്പെടുത്തും. പിന്നെയോ ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക, അത് തടസ്സപ്പെടുത്തൂല. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കൂല, അതും സംശയം എന്ത് ചെയ്യൂല, തടസ്സപ്പെടുത്തൂല. സോ ആൻസർ ഏതേ വരുള്ളൂ? ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത്. ഇനിയോ IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്ത പ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത്. മാസ്ലോയുടെ തിയറിയുടെ ഏറ്റവും ടോപ്പിലുള്ളതാണ് അയാൾ എത്തിപ്പെടുന്നത്. സോ ആ ടോപ്പിലുള്ളത് ഏതാ? ശാരീരിക ആവശ്യങ്ങളല്ല, സുരക്ഷിതത്വ ആവശ്യങ്ങളല്ല, ആത്മാഭിമാന ആവശ്യങ്ങളല്ല, ആത്മസാക്ഷാത്കാരം. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എക്സെപ്ഷണൽ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അസാമാന്യ ശിശു, അസാധാരണ ശിശു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദനരായ കുട്ടികൾ വരുന്നുണ്ട്, മന്ദപഠിതാക്കൾ വരുന്നുണ്ട്, പൊണ്ണത്തടിയുള്ള കുട്ടികൾ വരുന്നില്ല, മാനസിക വിമന്തരായ കുട്ടികൾ അതും വരുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ഏതേ വരുള്ളൂ? പെടാത്ത എന്നുള്ളതാ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പിലാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. 92 നടപ്പിലാക്കിയ നിയമം എന്നുള്ളത് ചിലർക്ക് പെട്ടെന്ന് എന്ത് ചെയ്തോണമെന്നില്ല, കിട്ടിക്കോണമെന്നില്ല. അപ്പൊ അതിൽ ഉള്ളത് അവനവൻ അറിയുന്നത് ഏതൊക്കെയാണ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ചാലും മതി. PWD ആക്ട് 95 അതെന്ത് ചെയ്യുന്നതാണ്? അത് നമുക്ക് നേരത്തെ 1995 എന്നറിയുന്നതാണ്. RTE ആക്ട് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതും അറിയുന്നതാണ്. RPWA ആക്ട്, അതായത് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നുണ്ട്? RPWD എന്നൊക്കെ പറഞ്ഞ് 2016 ആ നിയമം എന്ത് ചെയ്യുന്നത് അവിടെ പഠിക്കുന്നത്. അപ്പൊ പിന്നെ 92 ഏത് മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന RCI ആക്ട് എന്ന് പറയുന്ന 95 PWD ആക്ട് വരുന്നതിന് മുന്നേ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ പുനരധിവാസത്തിന് പാസാക്കിയ നിയമമാണ് ഇത് 92 RCI ആക്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ RCI ആക്ട് തന്നെ അറിയണമെന്നില്ല, ബാക്കിയുള്ള 3 അല്ല എന്നുള്ളത് അറിഞ്ഞാലും മതി. PWD 95 RTE 2009 മറ്റേത് RPW 2016 എന്നറിഞ്ഞാലും RCI എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം. സോ 11ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 12, ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ കാണുന്നവയും ഞാൻ ചെയ്യുന്നവയും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഓർക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇതിലേതാണ് ഊന്നൽ നൽകുന്നത് എന്നുള്ളത്? പഠനാന്തരണം അല്ല, അനുഭവാധിഷ്ഠിത പഠനം. കുട്ടികളുടെ അനുഭവങ്ങളാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു, കാണുന്നവ ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നത്. സോ നിരീക്ഷണ പഠനം, അത് കാണുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നിരീക്ഷണത്തിൽ വരുന്നുള്ളൂ, ചെയ്യുന്നവ വരുന്നില്ല. ആശയ പഠനവും എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. സോ ഇവിടെ ആൻസർ ഏതേ വരുള്ളൂ? അനുഭവാധിഷ്ഠിത പഠനം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത്. ഇനിയോ 13, താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ ലക്ഷണമല്ലാത്തതേത്? വായനാ വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷ അപഗ്രഥന വൈകല്യം, ബുദ്ധിപരമായ വൈകല്യം. നമ്മൾ നോർമലി പഠന വൈകല്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പറയുന്ന ആദ്യത്തെ 3 അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വായനാ വൈകല്യം കൊടുത്തിട്ടുണ്ട്, ഗണിത വൈകല്യം കൊടുത്തിട്ടുണ്ട്, സംസാര ഭാഷ അപഗ്രഥന വൈകല്യം കൊടുത്തിട്ടുണ്ട്. ഏതില്ല? ബുദ്ധിപരമായ വൈകല്യം ആ കൂട്ടത്തിൽ ഇല്ല. ഇവിടെ ആൻസർ 13D ആണ് വരുന്നത്. ഇനിയോ താഴെ പറയുന്നതിൽ പുരോഗമനോന്മുഖമായ വിദ്യാഭ്യാസത്തിന്റെ മാർഗമായി കണക്കാക്കാത്തത്, അതായത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങളെ വരുള്ളൂ. സോ പ്രശ്നപരിഹാരം, നിരൂപണപരമായ ചിന്ത, സംഘപ്രയത്നം, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാ. ഇല്ലാത്തത് ഏതാ? ഉരുവിട്ട് പഠനം. സോ ആൻസർ
ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നത്. ഇനിയോ 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതകളാണ്. ഇവയിൽ ആരെയാണ് നിങ്ങൾ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ ആയി കണക്കാക്കുന്നത്, ദുർബലരായ പഠിതാക്കളായിട്ട് കണക്കാക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠനത്തിന് ഡിസ്അഡ്വാൻറ്റേജ്, അതായത് ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ ആയിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ്. വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലുള്ളവർ പെടൂല. പിന്നെയോ വൈവിധ്യമാർന്ന പഠന ശൈലിയുള്ളവർ, അവരും പെടൂല. ഉന്നത കുടുംബത്തിലുള്ളവർ, അതും പെടൂല. പിന്നെ ഇവിടെ ആൻസറിന് സാധ്യതയുള്ള ഏതേ ഉള്ളൂ, പഠനത്തിന് തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. അത് മാത്രമേ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് വായിച്ചാൽ തന്നെ അതേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഉത്തരാവുന്നുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് അവിടെ 15ന്റെ ഉത്തരം. 16, ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ഗാർഡനറുടെ അഭിപ്രായത്തിൽ ഏത് തരം ബുദ്ധിശക്തിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? പ്രസംഗം അതുപോലെ തന്നെ വായിട്ടലക്കാനുള്ളതൊക്കെ ഏതാണ്? ഓപ്ഷൻ ഡി, ഭാഷാപരമായ ബുദ്ധിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇനിയോ ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം. ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ അവിടെ എന്ത് ചെയ്യും, ആൻസർ വരേണ്ടതാണ്. അത് ഏതേ വരുള്ളൂ, കേസ് സ്റ്റഡി, ഏക വ്യക്തി പഠനം എന്നുള്ളത് എന്ത് ചെയ്യുള്ളൂ, അവിടെ ആൻസർ വരുള്ളൂ. ഇനിയോ താഴെ പറയുന്നതിൽ ഗ്രേഡിംഗ് മാർഗത്തിന്റെ ധർമ്മം അല്ലാത്തതേത്? മുൻകൂട്ടി നിർവഹിച്ചിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കാം. പിന്നെയോ 2 കുട്ടികൾക്കിടയിലുള്ള പഠനത്തിന്റെ നിലവാരത്തെ താരതമ്യപ്പെടുത്തുക, അത് ഗ്രേഡിംഗിൽ എന്ത് ചെയ്യുന്നില്ല, ഇല്ല. പിന്നെയോ കുട്ടികൾക്ക് സ്വയം വിലയിരുത്തുക, അതുകൊണ്ട് കുട്ടികളെ പരീക്ഷയിലെ ജയത്തിന്റെയും പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, അതും വരും. സോ ധർമ്മമല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഏതേ ആൻസർ വരുള്ളൂ, ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. സോ 19ാമത്തെ ചോദ്യം, പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകത്തെ തിരിച്ചറിയുക. വ്യക്തിപരമായ ഘടകം എന്ന് പറഞ്ഞാൽ വ്യക്തിയിലുള്ളത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വിദ്യാലയം വ്യക്തിയിലുള്ളതല്ല, മാധ്യമങ്ങൾ വ്യക്തിയിലുള്ളതല്ല, അധ്യാപകരും വ്യക്തിയിലുള്ളതല്ല, ബുദ്ധിശക്തി മാത്രമല്ലേ വ്യക്തിയിലുള്ളതുള്ളൂ. വ്യക്തിപരമായ ഘടകം ഓപ്ഷൻ ഡി, ബുദ്ധിശക്തി. ഇനിയോ 20, ദേശീയക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഇതേത് സമായോജന ക്രിയാതന്ത്രമാണ്? ദേശീയക്കാരനായ, എല്ലാവരോടും ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് സ്വീകാര്യമായിട്ടുള്ള മാർഗമല്ല, അസ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അയാൾ അതിനെന്ത് ചെയ്യുക, സ്വീകാര്യമായൊരു മാർഗത്തിലേക്ക് മാറ്റിവിടുന്നതാണ് ഏത്, ഉദാത്തീകരണം. ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉഡായിപ്പിന്റെ പൂർത്തീകരണം. എല്ലാവരോടും ദേഷ്യപ്പെടാൻ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ എന്ത് ചെയ്യും, കൈക്കരുത്ത് അറിയേണ്ടി വരും. അപ്പോൾ അതിലേറെ നല്ലത് ദേശീയക്കാരനായിട്ടുള്ള ഒരാൾക്ക് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, ആ ഒരു ലെവലിലേക്ക് ദേഷ്യം അവിടെ പ്രകടിപ്പിക്കാം എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യാം, അവിടെ മാറ്റി വിടാം. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ ബി, ഉദാത്തീകരണം എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്. ദേശീയക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു എന്നുള്ളത്, അയാൾ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്വീകാര്യമായൊരു മാർഗത്തിലേക്ക് മാറ്റിവിടുക എന്നുള്ളത്. 21, ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തെരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത്, അവിടെ നോർമലി ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷപാതം കാണിക്കല്ലേ ടീച്ചർ. സോ ആ ലെവലിലോ ഓപ്ഷൻ നോക്കിയാൽ മതി, ഓപ്ഷൻ സി, ലിംഗ പക്ഷപാതം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. ഇനിയോ ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. അതായത് നമ്മൾ സാധാരണ നമ്മൾ പറയൂലേ, ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിന് തന്നെ ഒരു സുഖവും ഇല്ല എന്നുള്ള ഒരു ലെവലിൽ. ഇനി നമുക്കൊരു തലവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് മനസ്സിന് സുഖമില്ല. ഇത് തമ്മിൽ പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. ഇനിയോ 23, താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്. അങ്ങനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റൂല. കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം, അതും പാടില്ല. തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, തെറ്റുകൾ വരുത്താം. തെറ്റുകൾ വരുത്തുന്നത് അസാധാരണ പ്രവർത്തിയാണ്, അതും ഒരിക്കലും വരില്ല. സോ ആൻസർ ഏതാ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. ചാർലി ചാപ്ലിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്നത് കോമഡി എന്നുള്ളത് നമ്മൾ പറയൂലേ. സോ അയാളുടെ ആ ഒരു ആൾപോർട്ടിന്റെ അഭിപ്രായത്തിൽ കോമഡി എന്ന് പറഞ്ഞാൽ അയാൾ എന്താ, മുഖ്യ സവിശേഷകമാണ്. ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. 25, ചാക്രിക പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത് ആരാണ്? ചാക്രികൊക്കെ ചോദിച്ചത് ആരംഭിച്ചതാണ്. ഓപ്ഷൻ ബി, ബ്രൂണർ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. 26, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയ. നിങ്ങളെയൊക്കെ നിങ്ങളുടെ പരീക്ഷയിലേക്ക് LPUP അടിക്കണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്താ, മോട്ടിവേഷൻ അല്ലേ, അല്ലാതെ വിധിന്യായം വികാരോ അവബോധം അല്ലല്ലോ. അഭിപ്രേരണ, മോട്ടിവേഷനാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടിയിലെ മൗലികതയെ പ്രോത്സാഹിപ്പിക്കുക. നിശ്ചിതമായും കർക്കശമായതുമായ പ്രവൃത്തി സമ്പ്രദായങ്ങൾ നൽകുക.
സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകുക. കുട്ടികളിലെ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത് ഈ 4 ഏതാണ് എന്നുള്ളതാണ്. സോ കുട്ടിയെ എന്ത് ചെയ്യുക, എത്രത്തോളം ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ വിടുക എന്നുള്ളതാണ്. സർഗാത്മകതയുടെ ഏറ്റവും അടിസ്ഥാനം തന്നെ എന്താ, ഡൈവേർജന്റ് തിങ്കിങ്, വിവ്രജന ചിന്ത. അപ്പൊ അത് കറക്റ്റാ. കുട്ടിയിലെ മൗലികതയെ പ്രോത്സാഹിപ്പിക്കുക, അതും ഉള്ളതാണ്. കാരണം എന്താ, സർഗാത്മകതയുടെ ഘടകങ്ങൾ ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലീകരണം. അതിൽ പറയുന്ന 3ാമത്തേതാണ് ഏത്, മൗലികത. അപ്പൊ അതുമായി. പിന്നെയോ കർക്കശമായതും പ്രവൃത്തി, അതൊരിക്കലും നടക്കൂല. കാരണം എന്താ, അവിടെ വഴക്കം, ഒഴുക്ക്, വഴക്കം എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അയവ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അയവുള്ള സിറ്റുവേഷൻ നൽകണം, അല്ലാതെ കർക്കശ സ്വഭാവം അവിടെ നടക്കൂല. സോ ഇത് തെറ്റാ. സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകണം, അതുമില്ല. സോ ഇവിടെ ഏതേ വരുള്ളൂ, ഓപ്ഷൻ എ 1ഉം 2ഉം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. 28 കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾ ഒരേ ഒരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുള്ളൂ. കുട്ടി ജനിച്ച ആ സമയം മുതൽ കുട്ടി കാണിക്കുന്ന എന്താ, നമ്മൾ DLED ടെക്സ്റ്റ് ബുക്കിലൊക്കെയാണ് സന്ത്രാസം എന്ന് പറയും. അതിന്റെ ബ്രാക്കറ്റിൽ എക്സൈറ്റ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ സന്ത്രാസത്തിന് കൊടുത്ത വാക്കേതാ, ഭയവുമല്ല, ക്രോധവുമല്ല, വെറുപ്പുമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സന്ത്രാസം മാത്രമേ അറിയുള്ളൂ. ഇപ്പുറത്ത് ഇംഗ്ലീഷ് നോക്കിയാൽ എക്സൈറ്റ്മെന്റ് എന്നവിടെ കാണാൻ പറ്റും. അങ്ങനെ ഉത്തരം എഴുതിയ ആളുകളുണ്ടാവും. വിക്ഷോഭം എന്ന് ചിലപ്പോൾ ചിലർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഉത്തരം എഴുതാം, ഭയവുമല്ല, ക്രോധവുമല്ല, വെറുപ്പുമല്ല, അതൊക്കെ പിന്നെയാണ് എന്നുള്ളത് ആ അർത്ഥത്തിൽ വിക്ഷോഭം എഴുതിയാലും മതി. 3 അല്ല എന്ന് ഉറപ്പിച്ചും ഏതിലേക്ക് എത്താം, സന്ത്രാസത്തിന്റെ മറ്റൊരു വാക്ക് വിക്ഷോഭത്തിലേക്ക് എത്താം. 29 താഴെ പറയുന്നവയിൽ പഠനത്തിന്റെ സവിശേഷത അല്ലാത്തതിനെ കണ്ടെത്തുക. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ ഉൾപ്പെടുന്നു. പഠനം എന്ന ഡെഫിനിഷൻ, പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയാണോ, അനുഭവത്തിലൂടെയോ ആണ്. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നതിന്റെ പരിപക്വനത്തിന്റെയും വികാസത്തിന്റെയും ഫലമായാണ്. പഠനത്തിൽ സംഭവിക്കുന്ന വർത്തന വ്യതിയാനങ്ങൾ താരതമ്യേന സ്ഥിരമാണ്. 2023 കേട്ടറ്റിന്റെ പരീക്ഷയിൽ ഡിസംബറിൽ ചോദിച്ച ചോദ്യമായിരുന്നു, പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലുണ്ടാവുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് ഡാഷ്. പഠനത്തിന്റെ ഡെഫിനിഷനാണ്. ഞാൻ ക്ലാസ്സിലും കൂടെ ഈ ഡെഫിനിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി, അതായത് പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലുണ്ടാവുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം. അപ്പൊ ഇവിടെ വർത്തന വ്യതിയാനം, പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന മാറ്റം വന്നു. പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആണ്. അതും പറഞ്ഞു, എന്ത്, പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം. അതെവിടെ വന്നു, താരതമ്യേന സ്ഥിരമാണ്. അപ്പൊ ആ ഡെഫിനിഷനെ കട്ട് ചെയ്തതാ. അപ്പൊ വർത്തന വ്യതിയാനം ഉൾപ്പെടുന്നു, പരിശീലനത്തിലൂടെ വന്നു, താരതമ്യേന സ്ഥിരമാണെന്ന് വന്നു. അപ്പൊ ആ ഡെഫിനിഷൻ കട്ട് ചെയ്തതിൽ പിന്നെ ബാക്കിയുള്ളത് ഏതാ, അപ്പൊ പിന്നെ ഇതേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ആൻസർ വരുള്ളൂ. ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസർ വരുന്നത്. അത് നിങ്ങൾക്ക് 2023 ഡിസംബറിൽ എന്ത് ചെയ്തത്, ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചിട്ട് അവിടെ ഓപ്ഷൻ എ പഠനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തതാ, തന്നതാണ്. 30 നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിന് ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകത വിളിക്കുന്നത്. ഈ ചോദ്യം വായിച്ച സമയത്ത് നിങ്ങളുടെയൊക്കെ മൈൻഡിലേക്ക് വന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് കൺസർവേഷൻ ആയിരിക്കും. നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ കൺസർവേഷൻ ഇല്ല. പക്ഷെ അവിടെ ഈ കുട്ടിക്ക് അവിടെ ഈ പ്രത്യേകതയെ വിളിക്കുന്നത്, ആ കുട്ടിക്ക് അവിടെ ഇല്ലാത്തതാണ് ഏത്, കൺസർവേഷൻ ആണ് ഇല്ലാത്തത്. പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ കൺസർവേഷൻ ഓപ്ഷനിൽ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. പിന്നെ ഇവിടെ കാണാവുന്ന കാര്യം എന്താ, കുട്ടിക്ക് അവിടെ 2 രീതിയിൽ അങ്ങനെ കൊടുത്താലും ഈ കുട്ടിക്ക് എന്തേ അറിയുള്ളൂ, 5 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലല്ലേ. പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാവുമ്പോൾ അവിടെ പറയുന്ന സചേതന ചിന്ത, പ്രതീകാത്മക ചിന്ത, കേന്ദ്രീകരണം, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പിന്നെ ഈ കുട്ടിക്ക് അവിടെ എന്തേ ഉള്ളൂ, കുട്ടിക്ക് 2ഉം വെച്ചു കൊടുത്താലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതെടുത്തിട്ട് പോകുന്നു. അതേ ഇവിടെ കണക്കാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഏതാ, സെൻട്രേഷൻ എന്ന് പറയുന്ന കേന്ദ്രീകരണം. ഒരേ സമയം ഒന്നിൽ മാത്രമേ കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഉള്ള സവിശേഷതയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ആ കുട്ടിക്ക് ഏത് ഇല്ല, കൺസർവേഷൻ എന്ന് പറയുന്ന പ്രത്യേകത അവിടെ ഇല്ല. അത് ഏതിലേക്ക് നേടുന്നുള്ളൂ, മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നേടുന്നുള്ളൂ. സോ
കൂടുതൽ ആളുകളും കൺസർവേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കൺസർവേഷൻ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് 5 വയസ്സുകാരന് ഒരിക്കലും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞ് ഇവിടെ കൺസർവേഷൻ വരില്ല. ഇല്ലാത്ത പ്രത്യേകതയാണ് ഏത് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളതിൽ വെച്ച് ഏതാന്ന് ചോദിച്ചാൽ ഇങ്ങനെ 2 എണ്ണം തന്ന് ഒന്ന് സെലക്ട് ചെയ്താൽ ഒന്നിലാണ് കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. കേന്ദ്രീകരണം, സെൻട്രേഷൻ, അതാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ആൻസർ വരുന്നത്. സോ 30 ചോദ്യങ്ങൾ അതാണ്. ഇനി മലയാളത്തിന്റെ ഭാഗത്ത് 2 ചോദ്യങ്ങൾ. ജന്മസിദ്ധമായി തന്നെ ഓരോ കുട്ടിക്കും ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ കാരണം വിശദീകരിക്കാൻ ഭാഷാ സ്വീകരണ ഉപകരണം എന്ന ആശയം നോം ചോംസ്കിയുടേതാണ്. അതൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം തഴമ്പിച്ച ചോദ്യമാണ്. പിന്നെയോ നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന പഠന രീതി. നമ്മൾ നോർമലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ട് പഠിക്കാറുണ്ടത് DGP എന്നുള്ളത്, ഡിഡക്റ്റീവ് മെത്തേഡ്, ജനറൽ പ്രിൻസിപ്പിളിൽ നിന്നും പർട്ടിക്കുലർ എക്സാമ്പിളിലേക്ക്, പൊതു തത്വത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക്. അപ്പൊ ഡിഡക്റ്റീവിന്റെ മലയാളമാണ് ഏത്, നിഗമന രീതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന പഠന രീതി എന്നുള്ളത് നിഗമന രീതിയാണ്. എന്ത് ചെയ്യുന്നത്, ആഗമന രീതിയാണെങ്കിൽ നമുക്ക് അവിടെ ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വത്തിലേക്ക്, നിഗമനമാവുമ്പോൾ നിയമം അല്ലെങ്കിൽ തത്വത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത്രയാണ് 32 ചോദ്യങ്ങൾ. ആ 32 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയിട്ട് എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, LPUPക്ക് പഠിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നോ, എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.